അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുർസലീൻ വ അലാ ആലിഹി അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഹുസൈൻ സാഹിബ്, ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ ടി എ മുഹമ്മദ് കോയ സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി, 95 വർഷക്കാലമായി കേരളത്തിൽ സംഘടിതമായി പ്രവർത്തിക്കുന്ന സലഫി ആദർശ പ്രസ്ഥാനത്തിൻ്റെ ദഅവാ പ്രവർത്തനം പ്രവാസ ലോകത്ത് അതിൻ്റെ തനത് രൂപത്തിൽ തന്നെ പ്രചരിപ്പിക്കാൻ 3 പതിറ്റാണ്ടിലേറെക്കാലമായി വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന, ഒരു ചാഞ്ചാട്ടവും ഇല്ലാതെ അതിൻ്റെ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ ഔദ്യോഗിക സംവിധാനമായി കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ കേരള നദ്വത്തുൽ മുജാഹിദീൻ നാട്ടിൽ സംഘടിപ്പിക്കുന്ന, കഴിഞ്ഞ ഈ മാസത്തിൻ്റെ ആരംഭത്തിൽ തുടങ്ങിയ, നാട്ടിൽ 2 മാസക്കാലമായി നടത്തുന്ന ക്യാമ്പയിൻ അന്ധവിശ്വാസത്തിനെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന ക്യാപ്ഷനിൽ നടത്തുന്ന ഈ ക്യാമ്പയിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഈ ചടങ്ങിൽ ഞാൻ ആദ്യം എൻ്റെ ബാഡ്ജ് ഗസ്റ്റ് ബാഡ്ജ് ഇട്ടപ്പോൾ എൻ്റെ സഹോദരൻ ഫദലിനോട് പറഞ്ഞു, അത് വേണ്ട, ഞാൻ ഇസ്ലാഹി സെൻറ്ററിൻ്റെ ഒരു ആദർശ പ്രവർത്തകൻ എന്ന നിലക്കാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് വളണ്ടിയർ ബാഡ്ജ് ഇട്ട് സംസാരിക്കുന്നത്. സ്വാഭാവികമായും ഇവിടെ വ്യത്യസ്ത സംഘടനാ പ്രതിനിധികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി എനിക്ക് വേറൊരു മേൽവിലാസമുള്ള ആളുകൾക്കറിയാം, ഞാൻ ഒരു മുജാഹിദ് പ്രവർത്തകൻ എന്ന നിലക്ക് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്. അതുമാത്രമായി അതിനെ മനസ്സിലാക്കണം എന്ന് ആമുഖമായി പറയാണ്. നമ്മൾക്കറിയാം, അന്ധവിശ്വാസങ്ങൾ കേരളത്തിലും ലോകത്തിൻ്റെ എല്ലായിടത്തും വളരെ വ്യാപകമായി സകലമാന സംവിധാനങ്ങൾ ഉപയോഗിച്ച്, ആധുനിക ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് അന്ധവിശ്വാസങ്ങളെ മാർക്കറ്റ് ചെയ്യാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് നാട്ടിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞ പോലെ ചട്ടിയും മുടിയും പൊടിയും ഒക്കെയായി അള്ളാഹുവിൻ്റെ പവിത്രമായ ദീനിനെ, നമ്മൾക്കറിയാം ഇതൊരു നിസ്സാരമല്ല, ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദുകൾ, അള്ളാഹുവിൻ്റെ ദീന് കലർപ്പില്ലാതെ പ്രചരിപ്പിക്കുന്ന തൗഹീദിൻ്റെ വാഹകര് നിരന്തരമായി പൊതുസമൂഹത്തോട്, ജനങ്ങളോട് പറയുന്നത്, അള്ളാഹുവിൻ്റെ പക്കൽ മോക്ഷം ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ പക്കൽ സ്വർഗം ലഭിക്കാൻ ഏക രക്ഷാമാർഗം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീൻ കലർപ്പില്ലാതെ, വക്രതയില്ലാതെ ഋജുവായ ഈ മാർഗം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ സ്വീകരിക്കുക മാത്രമാണ് പോംവഴി എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദുകൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ, ഇതിൽ എന്തെങ്കിലും ആളുകളുടെ പൾസിന് നോക്കി, ജനങ്ങളുടെ മുഖഭാവത്തിന് നോക്കി, ഈ കൃത്യമായ വ്യക്തമായ ആദർശത്തിൽ ഏതെങ്കിലും രീതിയിൽ വെള്ളം ചേർക്കാൻ അള്ളാഹുവിൻ്റെ ദീന് സ്നേഹിക്കുന്ന ഒരാൾക്ക് സാധ്യമല്ല എന്നതുകൊണ്ട് ഈ ഒരു വിശ്വാസ ജീർണതക്കെതിരായ പ്രവർത്തനമാണ് ഓരോ സംഘടനക്കും മുൻഗണനാക്രമമുള്ളതുപോലെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചാരകർക്ക്, പ്രബോധകർക്ക് ആദ്യം പറയാനുള്ളത് പൊതുസമൂഹത്തോട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദാണ് എന്നതുകൊണ്ട് തന്നെ ഈ വിഷയം ആർജവത്തോടെ, യാതൊരു ശങ്കയുമില്ലാതെ നിരന്തരമായി എല്ലായിടത്തും ഒരുപോലെ പറയുന്ന ഏക മലയാളക്കരയിലെ ഏക ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്നത് കേരള നദ്വത്തുൽ മുജാഹിദീനാണ്. നമ്മൾക്കറിയാം, ഇവിടെ ശവകുടീര പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി, എന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ ആത്മീയ ദൈവങ്ങളെയും ആൾ ദൈവങ്ങളെയും അതുപോലെ തന്നെ പൗരോഹിത്യത്തെയും അള്ളാഹുവിൻ്റെ ദീനിൽ വക്രീകരിച്ച് തൗഹീദിന് വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ, പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്തുള്ളവർ, പൊതുസമൂഹത്തിലെ മറ്റു സഭകളുമായൊക്കെ ബന്ധമുള്ളവർ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാറുള്ളത് അവർ യതീംഖാനകൾ സംഘടിപ്പിക്കുന്നവരാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കുന്നവരാണ്, അവര് ചാരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പണ്ഡിതന്മാരെ വിമർശിക്കരുതെന്ന്, നിങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന്റെ ഐക്യം ആഗ്രഹിക്കേണ്ടവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വാസപരമായ ജീർണതകളെ, തൗഹീദിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളെ, അതിന്റെ അഖിലുകാരെ ന്യായീകരിക്കാനോ അവരോട് മൗനമിക്കണമെന്ന് പറയാനോ ആളുകൾ തയ്യാറാകാറുണ്ട്. എന്നാൽ തൗഹീദിന്റെ പ്രബോധകന്മാർക്ക്, ഇസ്ലാഹി പ്രവർത്തകന്മാർക്ക് അത്തരം ആളുകളോട് പറയാനുള്ളത്, അങ്ങനെയെങ്കിൽ മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്, വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും എൻ്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്നാണ്.
കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ലെന്ന് മഹാനായ റസൂലുള്ള പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മജ്ലിസിൽ നിന്ന് ഒരു സഹാബി എഴുന്നേറ്റ് ചോദിച്ചു, എന്താണ് വർഗീയത എന്നാണ്. സ്വജനപക്ഷപാതമാണ് വർഗീയത, സ്വന്തക്കാരന്റെ അന്യായത്തിന് കൂട്ടുനിൽക്കലാണ് വർഗീയത എന്നാണ് മഹാനായ റസൂലുള്ള ആ ചോദ്യത്തിന് മറുപടി നൽകിയത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ സാഹിബാബയെ നമ്മൾ പിന്തുണക്കേണ്ടി വരും. നമ്മൾ അങ്ങനെയെങ്കിൽ അമൃതാനന്ദമയ്യെ നമ്മൾ പിന്തുണക്കേണ്ടി വരും. ചാരിറ്റി പ്രവർത്തനമാണ്, വിദ്യാഭ്യാസ പ്രവർത്തനമാണ് ഏതെങ്കിലും കുഫ്രിയത്തിന്റെ വിശ്വാസങ്ങളെ ന്യായീകരിക്കാനും അത്തരം ആളുകളോട് അവലംബിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ കളവാക്കുന്നതിന് നമ്മൾ കൂട്ടുനിൽക്കുന്നതിന് സമാനമായിരിക്കുമെന്ന് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് സംസാരിക്കാനുള്ളത് 5 മിനിറ്റാണ്. സമയത്തിന് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾക്ക് ഈ ആശയം നിരന്തരമായി പ്രബോധനം ചെയ്യണം. ആരോടുമുള്ള ശത്രുതയല്ല. ലക്ഷക്കണക്കായ കോടിക്കണക്കായ മനുഷ്യർ അള്ളാഹുവിന്റെ മോക്ഷത്തെ മാർഗത്തെക്കുറിച്ച് അതിന്റെ ഗൗരവം അറിയാത്തവരായി മരിച്ചു പോകുന്ന ദുരന്തത്തിന് നമ്മളും സാക്ഷ്യം വഹിക്കേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഉമ്മത്തിനകത്തും വിശ്വാസ ജീർണതക്കെതിരായ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തണം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ റസൂലുള്ളയും സഹാബാക്കളും അനുഭവിച്ച ത്യാഗങ്ങൾക്ക് സമാനമായി അല്ലെങ്കിൽ അവരോട് അത്തരം ചരിത്രങ്ങളായി വെറുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ അറിയണം, നമ്മുടെ നാട്ടിലും നമ്മളെ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മുടെ പട്ടണങ്ങളിൽ ഈ സന്ദേശവുമായി ആളുകൾ കടന്നു വന്നപ്പോ സെണ്ടത്താണി സെയ്ദ് മൗലവിയും വെട്ടം അബ്ദുള്ള ഹാജിയും അങ്ങനെ കഴിഞ്ഞുപോയ ഒരുപാട് മഹാന്മാർ അവരൊക്കെ കടന്നു വന്നപ്പോ അവരെയൊന്നും സമൂഹം സ്വീകരിക്കുകയല്ല ചെയ്തത്. അവരൊക്കെ ഒരുപാട് മർദ്ദനങ്ങൾക്ക് അവർക്ക് വിധേയമാകേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾക്കും പൊതുസമൂഹത്തിന് സ്വീകാര്യമായ കാര്യങ്ങൾ പറഞ്ഞ് ആളുകൾ ആകർഷിക്കാമായിരുന്നു. എന്നാൽ ഈ സത്യം അള്ളാഹുവിന്റെ ദീന് അത് കലർപ്പില്ലാതെ പറയണമെന്ന് നമ്മളിൽ നിയുക്തമായ ദൗത്യത്തിന്റെ നിർവഹണമാണ് ഓരോ മുജാഹിദ് പ്രവർത്തകനും ഓരോ ഇസ്ലാഹി പ്രവർത്തകനും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുഫ്രിയത്തിന്റെ വിശ്വാസങ്ങൾ ആധുനിക സംവിധാനങ്ങൾ പോലും ഉപയോഗപ്പെടുത്തി വളരെ കൃത്യമായി പ്രചരിപ്പിക്കുന്ന ഈ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീൻ വിശുദ്ധ ഖുർആനിലേക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാനാണ് ഈ പ്രവർത്തനം. ഈ 2 മാസക്കാലം ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തകന്മാർ നമ്മൾ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളും ഇതിന്റെ ഭാഗവാക്കികളാകണം. മെമ്പർഷിപ്പുകൾ എടുത്ത് ഇതിന്റെ ആൾക്കൂട്ടത്തെ വർദ്ധിപ്പിക്കാനല്ല, സംഘടന വിപുലീകരിക്കാനല്ല ഇവിടുത്തെ ഇസ്ലാഹി പ്രവർത്തകന്മാർ നിങ്ങളെ ക്ഷണിക്കുന്നത്. നേരെ മറിച്ച് നമ്മളുടെ ദൗത്യം നിർവഹിക്കാൻ, നമ്മൾക്ക് ഇസ്ലാമിന്റെ കലർപ്പില്ലാത്ത സന്ദേശം നമ്മൾക്ക് പ്രചരിപ്പിക്കണം. നമ്മളുടെ മക്കൾ ഇസ്ലാമിന്റെ സന്ദേശം അറിയുന്ന മദ്രസകളിൽ നമ്മളുടെ മക്കൾ പഠിക്കണം. അവർ തൗഹീദിന്റെ അഹിലുകാരാകണം. അവർക്ക് വിശ്വാസപരമായ ജീർണതകളിൽ വന്നുപെടുന്ന കുട്ടികളായി നമ്മുടെ അടുത്ത തലമുറയും വളർന്നു പോകാൻ പാടില്ല എന്നതുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്, റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന് വിപുലമായ ഇത്തരം സംവിധാനങ്ങളുണ്ട്. എല്ലാ ദിവസവും ദഅവ ക്ലാസുകൾ പലയിടങ്ങളിലായി, ജാലിയാത്ത് കേന്ദ്രമായി, ബത്തകേന്ദ്രമായി, കുടുംബങ്ങൾക്കുണ്ട്, കുട്ടികൾക്കുണ്ട്, മുതിർന്നവൾക്കുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താനാണ്. അതോടൊപ്പം മദ്രസ സംവിധാനമുണ്ട്, വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന മദ്രസ സംവിധാനം. നമ്മുടെ മക്കളെ അള്ളാഹുവിന്റെ ദീൻ ശരിയായ അർത്ഥത്തിൽ അറിയുന്നവരായി ഉപയോഗപ്പെടുത്താൻ ഇത്തരം നന്മയുടെ കേന്ദ്രങ്ങളുമായി നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാർ, പരിചയക്കാർ, കൂടെ ജോലി ചെയ്യുന്നവർ, കൂടെ താമസിക്കുന്നവർ, അവരെയൊക്കെ ഈ നന്മയുടെ മാർഗത്തിലേക്ക് സഹകരിപ്പിക്കാൻ ഈ ഒത്തുചേരൽ, ഈ മഹത്തായ അനുഗ്രഹത്തിന്റെ ഈ സദസ്സിൽ വെച്ച് നമ്മൾ പ്രതിജ്ഞ പുതുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരായി, അനാചാരങ്ങൾക്കെതിരായ ശക്തമായ ബോധവൽക്കരണ പ്രബോധന പ്രവർത്തനങ്ങളുമായി നമ്മൾക്ക് മുന്നോട്ട് പോകണം. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിയായ മാർഗത്തിൽ അള്ളാഹു നമ്മളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.